ഹായ് ഫ്രണ്ട്സ്, അമ്പാടി ബീ ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് കേരളത്തിൽ കാണപ്പെടുന്ന തേനീച്ച ഇനങ്ങളെ പറ്റിയാണ്. കേരളത്തിൽ പ്രധാനമായും 5 തരം തേനീച്ചകളെയാണ് കണ്ടുവരുന്നത്. ഇവയെ ഇണക്കി വളർത്താൻ കഴിയുന്നവയെന്നും കഴിയാത്തവയെന്നും നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. അതിൽ ഇണക്കി വളർത്താൻ കഴിയാത്തവയെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലാദ്യമായി പെരുന്തേനീച്ച അഥവാ റോക്ക് ബീസ്. എപ്പിക്സ് ഡോർസാറ്റ എന്ന ശാസ്ത്രീയ നാമമുള്ള ഇവയെ കാട്ടുതേനീച്ചകൾ എന്നും അറിയപ്പെടുന്നു. കേരളത്തിലെ എല്ലാ ഭാഗത്തും കണ്ടുവരുന്ന ഒരു വന്യ ഇനമാണ് പെരുന്തേനീച്ച. ഉയരം കൂടിയ വൃക്ഷങ്ങൾ, കെട്ടിടങ്ങൾ, അണക്കെട്ടുകൾ എന്നിവയുടെ ഉയർന്ന ഭാഗങ്ങളിലാണ് സാധാരണ ഇവയെ കാണപ്പെടുന്നത്. തുറസായ സ്ഥലങ്ങളിൽ ഒരു വലിയ അട നിർമ്മിച്ച് അതിനുള്ളിൽ തേനും പൂമ്പൊടിയും ശേഖരിക്കുന്ന പെരുന്തേനീച്ചകളെ ഒരു സീസണിന് ശേഷം കൂടുപേക്ഷിച്ച് പുതിയ ഇടം കണ്ടെത്തും. വളരെ ഉയരം കൂടിയ വൃക്ഷങ്ങളിൽ നിന്നുമാണ് തേൻ ശേഖരിക്കുന്നത്. തേൻ ഉൽപാദനത്തിൽ മുൻപന്തിയിലാണെങ്കിലും കൂടുതൽ ആക്രമണ സ്വഭാവമുള്ളതിനാൽ ഇവയെ ഇണക്കി വളർത്താൻ സാധിക്കുന്നതല്ല. ഇതിൽ രണ്ടാമത്തേത് കോൾ തേനീച്ചകൾ അഥവാ ലിറ്റിൽ ബീസ്. എപ്പിഫ്ലോറിയ എന്നറിയപ്പെടുന്ന കോൾ തേനീച്ചകൾ പെരുന്തേനീച്ചകളെ പോലെ കേരളത്തിൽ എല്ലായിടത്തും കാണപ്പെടുന്ന മറ്റൊരു വലിയ ഇനമാണ്. കുറ്റിച്ചെടികളുടെ ശിഖരത്തിലും മറ്റും കൂടുകൂട്ടുന്ന ഇവ എണ്ണത്തിലും കോളനിയുടെ വലുപ്പത്തിലും വളരെ ചെറുതായിരിക്കും. പെരുന്തേനീച്ചകളെ പോലെ തന്നെ ഒരു സീസണിന് ശേഷം കൂടുപേക്ഷിച്ച് പുതിയ ഇടം കണ്ടെത്തുന്നവയാണ് കോൾ തേനീച്ചകൾ. വളരെ കുറച്ചു മാത്രം തേൻ ശേഖരിക്കുന്ന ഇവയുടെ തേൻ വളരെ മധുരമേറിയതായിരിക്കും.